സുഹൃത്തുക്കളെ, എൻ്റെ ഒരു പതിവ് വീഡിയോ രാഷ്ട്രീയ വീഡിയോ എന്നല്ല. നമ്മളുടെ സംസ്കാരം ഇതിനൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് തുടർന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പുറത്ത് നിൽക്കുന്നത് ഏതൊരു വിദേശിയാണ്, തൊട്ടപ്പുറത്ത് ഒരു ഇന്ത്യക്കാരനുണ്ട്. 2 ഇന്ത്യക്കാരാണ്. ഫ്ലൈറ്റിലാ തോന്നുന്നു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട്. അവര് ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. തീൻമേശയിൽ അങ്ങനെ ഉറക്കെ ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത് ഒരു അരോചകമാണ്, അശ്ലീലമാണ്, വൃത്തികേടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നത് തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ പോകും. എന്നാൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ചുണ്ടുകൾ തുറക്കാതെ ചുണ്ടുകൾ അടച്ച് പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, പല്ലുകൊണ്ട് മാത്രം ചവച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്. അതാണ് ഒരു ടേബിൾ മാനേഴ്സ്. ആ ഒരു പരിപാടി ലെവലേശമില്ലാത്ത, അതൊന്നും പഠിച്ചിട്ടില്ലാത്ത, അതൊന്നും ഫോളോ ചെയ്യാത്ത ആളുകളാണ് മിക്കവാറും മലയാളികൾ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇനി നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കാണാം. എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. ആ പാസഞ്ചറോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യൂ, ശബ്ദം ഉണ്ടാക്കാതെ ഈ ഇല്ലേ അമർത്തി പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. അയാളത് അനുസരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീണ്ടും തെറ്റിപ്പോന്നു. തൊട്ടപ്പുറത്തെ ആള് ഒരു മടിയുമില്ലാതെ എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അവസാനം അവരെ നല്ല അസല് തെറിയും വിളിച്ചുകൊണ്ടാണ് ആ ഒരു വിദേശി ഭക്ഷണം കഴിക്കുന്നത്. ചുമ്മാ നമ്മുടെ നാട്ടിലെ ചില സാംസ്കാരിക നിലവാര രീതികളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിച്ചു പോയി. എന്തൊക്കെയായാലും അതവിടെ കിടക്കട്ടെ. വേറൊരു രസകരമായ കാര്യമുണ്ട്, നിങ്ങൾ കാണ് എന്നിട്ട് സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഇത് ഒരു വള്ളം കളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കൽ രീതികളാണ്. പറഞ്ഞ് വിളിച്ചു ഊണ് കഴിക്കുക എന്ന് പറയുന്ന പരിപാടിയൊക്കെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സോക്കോൾഡ് നമ്പൂതിരി സമുദായത്തിലെ ഉയർന്ന ജാതികൾ എന്നൊക്കെ പറയപ്പെടുന്ന ആളുകൾ മാത്രമായിരുന്നു ഇങ്ങനെ കഴിച്ചിരുന്നത്. ഈ താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ ഒരല്പം ജാതിയിൽ താഴ്ന്നവർ എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊന്നും വിളിച്ചൂണ് കഴിക്കാനുണ്ടായിട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരല്പം കഞ്ഞി കുടിക്കാനുണ്ടാവില്ല. ഒരുപക്ഷെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും പല പഴയ ആളുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓർമ്മിക്കുണ്ടായിരിക്കും. ചിലപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5-6 വറ്റ് ഓടിക്കളിക്കുന്ന ഒരു കഞ്ഞിവെള്ളമായിരിക്കാം. അങ്ങനെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷിക്കാൻ നമുക്ക് തരാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിലല്ല, കലവറ നിറഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും ഇവന്മാരുടെ ഒക്കെ. പക്ഷേ ആ കലവറ സൂക്ഷിപ്പുകാരനെങ്ങാൻ ആ കലവറയിൽ നിന്ന് ഒരു പിടി നെല്ലെങ്ങാൻ മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ആ കലവറ സൂക്ഷിപ്പുകാരന് കിട്ടുന്ന ശിക്ഷയുണ്ടല്ലോ, അതിഭീകരമായിരിക്കും. ഞാൻ പറഞ്ഞത് തിന്നാൻ കിട്ടുന്നവരും തിന്നാൻ കിട്ടാത്തവരുമായിട്ടുള്ള ഒരു വലിയ അന്തരമുണ്ടായിരുന്നു. ആ അന്തര കാലഘട്ടത്തിൽ നല്ല മൃഷ്ടാന ഭോജനം കഴിക്കാണ്ടാകുന്ന ആൾക്കാർ വിളിച്ചു ഊണ് കഴിക്കുക എന്ന് പറയും. ഇവിടെ ഇന്നത് കിട്ടിയില്ല എന്ന് പറച്ചിലാണ്. മോര് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രത്യേക താളത്തിലുള്ള ചില പാട്ടുകളല്ല. നിങ്ങളിതൊന്ന് കാണണേ. വെണ്ണ കൊണ്ടുവരാനാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ,
ഈ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഊണ് കഴിക്കുന്ന ഈ പയ്യൻ എന്തായാലും തീർച്ചയായിട്ടും അവനൊരു ഹിന്ദു മതസ്ഥനാണ്, ഒരു സംശയമില്ല, ഒരു ഹിന്ദു മതസ്ഥനായിരിക്കും. അത്തരം ആളുകൾക്കാണ് ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മളുടെ ഒരു വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഈ പയ്യൻ്റെ കഴുത്തിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ വർഗീയത പറയാനും മറ്റൊന്നും വന്നതല്ല എന്ന് ആദ്യമേ പറയാം. സൂക്ഷിച്ചു നോക്കിക്കോളൂ, ഒരു കുരിശുമാല കാണാം അല്ലേ? ഇത് കാണുമ്പോൾ എത്ര പേർക്കാണ് കുരു പൊട്ടുക എന്നൊന്നും എനിക്കറിയില്ല. പയ്യൻ ധരിച്ചിട്ടുള്ളത് ഒരു കുരിശുമാലയാണ്. ഒരു പക്ഷേ ഈ കുരിശുമാല ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് ധരിക്കുന്ന ആളുകളുണ്ട്, അല്ലാതെയും ധരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഞാൻ ചുമ്മാ ഇതിന് താഴത്തുള്ള കമൻറ്റുകൾ നോക്കിയപ്പോൾ ഒരാൾ കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴുത്തിലെ മാല ശ്രദ്ധിച്ചവർ ഉണ്ടോ? 6025 ലൈക്കുകളാണ് ആ ഒരു കമൻറ്റിന് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, 6025 ലൈക്കുകളാണ് ആ ഒരൊറ്റ കമൻറ്റിന് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആ കഴുത്തിൽ അങ്ങനത്തെ ഒരു കുരിശുമാല അണിഞ്ഞുകൊണ്ട് അവനിരിക്കുമ്പോൾ ആ ഒരു കമൻറ്റിന് മാത്രം ഇത്രയും ലൈക്ക് കിട്ടാനുള്ള കാരണം എന്തുകൊണ്ട്? നമ്മുടെ കേരളം അത്രയേറെ മോശമായ ഒരവസ്ഥയിലൂടെയാണ് സാംസ്കാരികമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഹിന്ദു മതത്തിൽ ഒരുവൻ കുരിശുമാല ധരിക്കാൻ പാടില്ലത്രേ. ധരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എന്തൊക്കെയോ പ്രശ്നമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു മടിയും കൂടാതെ അവൻ ഇരുന്ന് പാട്ടുപാടി, ഹിന്ദു മതത്തിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാട്ടൊക്കെ പാടി കഴുത്തിൽ കുരിശുമണിഞ്ഞ് അവൻ ഭംഗിയായിട്ട് ഊണൊഴിക്കുന്നു. കുമ്പളങ്ങി നൈറ്റ്സിൽ പറയുന്ന പോലെ ക്രിസ്തുദേവൻ നമുക്ക് അറിയാത്ത ആളൊന്നുമില്ലല്ലോ അല്ലേ? ബൈ.